റഷ്യ ഉക്രൈൻ യുദ്ധം, ഇറാൻ ഇസ്രായേൽ, ഇസ്രായേൽ ലബനൻ, ഇസ്രായേൽ ഹമാസ്. ഈ എല്ലാ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളെല്ലാം മുഴുവൻ ലോകത്തിന്റെയും ശ്രദ്ധയെ തങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ പെട്ടെന്ന് സിറിയയിൽ വെച്ച് എല്ലാ രാജ്യങ്ങളും ഒരേ സമയത്ത് കൂട്ടിമുട്ടാൻ തുടങ്ങി. അതും 2020 ശേഷം കൂടുതലായി എവിടെയും ഒരു സീസ് ഫയർ വയലേഷൻ സംഭവിച്ചിട്ടില്ലാത്ത സമയത്ത് കൂടിയും ഇസ്രായേൽ ലബനനും ഇടയിൽ ഈ സമാധാന ചർച്ച അവസാനിച്ച് ഒരു സീസ് ഫയർ കൊണ്ടുവന്ന അടുത്ത ചില മണിക്കൂറിൽ തന്നെ സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ലോകം മുഴുവന്റെയും ശ്രദ്ധ സിറിയയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. സിറിയയിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? റഷ്യയ്ക്കും സിറിയയുടെ സൈന്യത്തിനും എതിരെ സിറിയൻ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ആക്രമണത്തിന്റെ സ്ഥിതി എന്താണ്? റഷ്യയും സിറിയയും ഒരുമിച്ച് വീണ്ടും അവരുടെ കൗണ്ടർ ഒഫൻസീവ് തുടങ്ങിയെന്നും പറയുന്നു. ഇങ്ങനെ പല വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. സിറിയയെക്കുറിച്ച് പറഞ്ഞ അവസാന വീഡിയോയിൽ പലർക്കും പല ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടാകാം. ഈ മാപ്പ് ഒന്ന് നോക്കുക. ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ഭാഗങ്ങൾ എല്ലാം സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസ്, റഷ്യൻ ബാക്കഡ് സിറിയൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങളാണ്. ഇവിടെയാണ് റഷ്യ സിറിയൻ സർക്കാരിനെ അനുകൂലിച്ച് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ളവയെല്ലാം SDF, സിറിയൻ ഡിഫൻസ് ഫോഴ്സസ്, അതായത് കുർദിഷ് ബാക്കഡ് സൈനികർ. ഇവർ ഗവൺമെന്റിന് എതിരെയാണ്. ഈ സംഘടനയിലാണ് അമേരിക്ക ഇവർക്ക് ബാക്കപ്പായി നിൽക്കുന്നത്. അടുത്ത തുർക്കി അതിർത്തിയിലുള്ള ഈ പ്രദേശങ്ങളെ നോക്കിയാൽ ഇത് തുർക്കി ബാക്ക് ചെയ്തിട്ടുള്ള തുർക്കിഷ് അലൈൻഡ് സിറിയൻ റിബൽ ഫോഴ്സസിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഇവരും അമേരിക്കയുടെ സഖ്യത്തിലാണ് ഉള്ളത്. എന്നാൽ തുർക്കിക്കും ഖുർദിഷ് പോരാളികൾക്കും ഇടയിൽ പ്രശ്നമുണ്ട്. അതിനാൽ അമേരിക്കയുടെ സഖ്യത്തിലാണെങ്കിൽ കൂടിയും തുർക്കി ഈ SDF-ൽ ഇടയ്ക്കിടെ അവരുടെ ആക്രമണം നടത്തും. പ്രധാനമായും ഈ കുർദിഷ് പോരാളികളുമായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളെ ക്യാപ്ചർ ചെയ്തതും അവരിൽ ഇടയ്ക്കിടെ ഒരു ആക്രമണം നടത്തുന്നതും. അതേസമയം സിറിയൻ ഗവൺമെന്റിനും തുർക്കിക്കും ഇടയിൽ പ്രശ്നമാണ്. അപ്പോ തുർക്കിയെ സംബന്ധിച്ച് അവർ രണ്ട് വിഭാഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ്. റഷ്യൻ ബാക്കഡ് ഗവൺമെന്റ് ഫോഴ്സസിന് എതിരെയും SDF-നെതിരെയും. അങ്ങനെയാണെങ്കിൽ സിറിയ മുഴുവനും തുർക്കി അവരുടെ ആക്രമണം നടത്താൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ ഭരണത്തിലുള്ള ഗോലാൻ കുന്നുകൾ. ഇസ്രായേലിന്റെ താൽപര്യത്തെ സംബന്ധിച്ച് ഹിസ്ബുള്ള, ഇറാൻ, ഇറാഖ് റെസിസ്റ്റൻസ് ഇവയെല്ലാം സിറിയയിലാണുള്ളത്. അവരെല്ലാം റഷ്യയ്ക്കാണ് സപ്പോർട്ട്. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയിലേക്ക് പോകുന്ന ആയുധങ്ങൾ തടയണം. ഇറാനിൽ നിന്ന് മറ്റ് യാതൊരു സഹായവും ഹമാസിനോ അല്ലെങ്കിൽ ലെബനൻ ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്ബുള്ള മെമ്പേഴ്സിനോ വരാൻ പാടില്ല എന്നതിനു വേണ്ടി അവർക്ക് പിന്തുണയുള്ള സൈനികർ എവിടെയെല്ലാമാണോ ഉള്ളത് അവിടെയെല്ലാം ഇസ്രായേലും ആക്രമിക്കും. ഇതിൽ പ്രധാനമായ രണ്ട് കീ പ്ലേയേഴ്സ് ഏത് നോക്കിയാൽ ഒരു ഭാഗത്ത് SDF-ഉം മറ്റൊരു ഭാഗത്ത് സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസുമാണ്. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ അടുത്തിടെ തുർക്കി ബേസ്ഡ് അല്ലെങ്കിൽ തുർക്കി ബാക്ക് ചെയ്തിട്ടുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സ് എല്ലാം സിറിയയ്ക്കുള്ളിൽ അവരുടെ ഒഫൻസീവ് ഓപ്പറേഷൻ ആരംഭിച്ചു. ഹല്ലപ്പ നഗരത്തെ പിടിച്ചെടുക്കാനും ഹോംസ് പ്രദേശത്തെ പിടിച്ചെടുക്കാനും ഇപ്പോ ഏകദേശം ഈ ഒരു നഗരം, അലപ്പോ എന്ന നഗരം അവരുടെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ ഭാഗങ്ങളും തുർക്കി ബാക്ക്ഡ് ഗ്രൂപ്പ്സ് പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയതിനു ശേഷം റഷ്യയും സിറിയൻ സർക്കാരും ചേർന്ന് അവരുടെ സർപ്രൈസ് കൗണ്ടർ ഒഫൻസീവ് ഈ ഫോഴ്സസിന് എതിരെ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി തുർക്കി ഓർഗനൈസ് ചെയ്ത ഈ ഒഫൻസീവ് അല്ലെങ്കിൽ തുർക്കി ബാക്ക്ഡ് ഗ്രൂപ്പ് ചെയ്ത ഈ ഒരു ഒഫൻസീവിൽ ഒറ്റ ദിവസത്തിൽ തന്നെ സിറിയയുടെ നാഷണൽ ആർമി സിറിയയുടെ ഗവൺമെന്റ് ഫോഴ്സസിനെയും കൊന്നു. കൂടാതെ ഇതേസമയം സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിന് എതിരെയും ഇസ്രായേലിനെതിരെയും ആക്രമിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി തുർക്കി ഓർഗനൈസ് ചെയ്ത ഈയൊരു ഒഫൻസീവിൽ 1000-ഓളം പേരെ ഒറ്റ ദിവസത്തിൽ തന്നെ സിറിയയുടെ നാഷണൽ ആർമി സിറിയയുടെ ഗവൺമെന്റ് ഫോഴ്സസ് അവിടെ കൊന്നു. കൂടാതെ ഇതേസമയം സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിന് എതിരെ ഇസ്രായേലും അവരുടെ ആക്രമണം നടത്തി. 3 എയർ സ്ട്രൈക്ക് ഇസ്രായേലിന്റെ എയർഫോഴ്സസ് സിറിയൻ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ദിവസത്തിൽ 1000 പേരെ കൊല്ലുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് സിറിയൻ ഗവൺമെന്റ് പറഞ്ഞാലും ഇതിനവർ നൽകിയിട്ടുള്ള വില എന്നത് വളരെ അധികമാണ്. 2016 റഷ്യയുടെ T-90 ടാങ്ക്സിൽ ചിലതിനെയെല്ലാം ഈ ഒപ്പോസിഷൻ ഫോഴ്സിലുള്ളവർ പിടിച്ചെടുത്തു. ആ ചിത്രങ്ങളെല്ലാം ഇപ്പോ ഒരുപാട് പേർ ഷെയർ ചെയ്യുകയും ഇപ്പോ പിടിച്ചെടുത്തതായി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഓൺലൈനിൽ സർക്കുലേറ്റ് ആകുന്ന പകുതിയിലേറെ ചിത്രങ്ങളും വ്യാജമാണ്. 90% ചിത്രങ്ങളും പഴയ ഫോട്ടോസ് എടുത്ത് അത് ട്രെൻഡ് ചെയ്യുന്നതാണ്. അപ്പോ ഒരു വാർത്ത നിങ്ങൾ കാണുകയാണ്, കേൾക്കുകയാണ് എങ്കിൽ T-90 ടാങ്കിനെ പിടിച്ചെടുത്തു അല്ലെങ്കിൽ സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന് അറിയുകയാണെങ്കിൽ അത് 1-2 തവണ ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ വ്യാജ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും സിറിയയെ കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ സിറിയയ്ക്കുള്ളിൽ യുദ്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2 വ്യക്തികൾക്ക് പ്രധാനപ്പെട്ട ഒരു ലാഭം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നേട്ടം.
പരോക്ഷമായി തന്നെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 മണിക്കൂറിൽ ഉക്രൈനുള്ളിൽ റഷ്യയുടെ ഡ്രോൺ ആക്ടിവിറ്റി എന്നത് 0 ആണ്. കഴിഞ്ഞ 8 മണിക്കൂറിൽ ഒരു ഡ്രോൺ പോലും ഉക്രൈനിൽ പോയിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവ് വീണ്ടും ആരംഭിച്ചതിനു ശേഷം ഇത് സംഭവിക്കുന്നത് ഇതാദ്യമായാണ്. ഇതിനു മുൻപ് 2023 ജൂലൈ മാസത്തിനു ശേഷം റഷ്യയുടെ ഡ്രോൺ ഒന്നുപോലും ഉക്രൈനുള്ളിൽ പറക്കാതിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ തവണ. അപ്പോൾ സിറിയയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം യാദൃശികമായി നടക്കുന്നത് പോലെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഒരു വശത്ത് റഷ്യയുടെ ശ്രദ്ധയെ ഒരു പരിധിവരെയെങ്കിലും സിറിയയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നടക്കുന്ന ഈ വാർത്തകളും സംഭവങ്ങളുമെല്ലാം അറിയുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഇസ്രായേലിന് ആവശ്യമായ ആയുധ സഹായവും ലഭിക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽസ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പക്കൽ മിസൈൽസ് ഉണ്ട്. എന്നാൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ആയുധപ്പുരയ്ക്കും ഈ യുദ്ധം നടന്നതിന് ശേഷമുള്ള ആയുധപ്പുരയ്ക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ നിന്ന് സഹായം വന്നാലും ആ സമയം ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമ്മർദ്ദം വളരെ അധികമായിരുന്നു. അപ്പോ അതിനിടയിലുണ്ടായ ഈ ഒരു സീസ് ഫയർ ഹിസ്ബുള്ളയ്ക്ക് നേട്ടമുണ്ടാക്കിയോ ഇല്ലയോ? ഇസ്രായേലിന്റെ ആയുധപ്പുര വീണ്ടും റീബിൽഡ് ചെയ്യുന്നതിന്, അവർക്ക് ആവശ്യമായ സഹായം കൃത്യമായി അവർക്ക് ലഭിക്കുന്നതിനും ഈ ഒരു സീസ് ഫയർ കാരണം സംഭവിച്ചിട്ടുണ്ട്. ഉക്രൈനും സമാനമായ നേട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. റഷ്യയുടെ ആക്രമണം കഴിഞ്ഞ 48 മണിക്കൂറിൽ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അതേസമയം ഉക്രൈൻ റഷ്യയുടെ ബെൽഗ്രേഡ് റീജിയണിൽ ആഴത്തിലേറിയ ഒരു സ്ട്രൈക്ക് നടത്തിയതിൽ ഒരു കുഞ്ഞു മരിച്ചുവെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് മീഡിയാസ് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോ ഇപ്പോഴത്തേക്ക് അതൊരു അൺകൺഫേംഡ് ന്യൂസ് മാത്രമാണ്. സിറിയയിൽ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയ ഈ യുദ്ധം എന്നത് ഈ 2 രാജ്യങ്ങൾക്കും ഒരു വലിയ നേട്ടമായി മാറിയിട്ടുണ്ട്, ഒരു റിലീഫ് പോയിന്റായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സിറിയയ്ക്കുള്ളിൽ വെച്ച് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ആക്രമിക്കുന്ന വീര്യവും വർദ്ധിച്ചിട്ടുണ്ട്. 2016 എങ്ങനെയാണോ സിറിയൻ ഗവൺമെന്റ് ഒരു സർപ്രൈസായ ആക്രമണം നടത്തിയപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടായത്, അതിലും അധികം നാശനഷ്ടം ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തിൽ മാത്രം 1600-ൽ കൂടുതൽ വ്യക്തികൾ ഈ സിറിയൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോ സിറിയയ്ക്കുള്ളിൽ റഷ്യയും സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസ് നടത്തുന്ന കൗണ്ടർ ഒഫൻസീവ് എന്നത് വളരെ തീവ്രമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒറ്റ രാത്രിയിൽ മാത്രം 18 സ്ഥലങ്ങളിൽ റഷ്യയുടെ എയർഫോഴ്സ് സ്ട്രൈക്ക് നടത്തി. അതിൽ 3 പ്രധാനപ്പെട്ട വെപ്പൺസ് ഡെപ്പോയെ ആക്രമിച്ചതായി റഷ്യ ഒരു വാർത്ത പുറത്തുവിട്ടു. അതിന് പകരം വീട്ടാനായി ഗവൺമെന്റിനെതിരെയുള്ള സേന നടത്തിയ ആക്രമണത്തിൽ അലപ്പോയിലുള്ള ഒരു സയന്റിഫിക് റിസർച്ച് ലബോറട്ടറിയിൽ ആക്രമണം നടത്തി. അതിൽ ഒരു ശാസ്ത്രജ്ഞൻ മരിച്ചതായും വിവരം പുറത്തുവന്നു. വീണ്ടും ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായ കണക്ക് വരൂ. എന്നാൽ ക്രോസ് ഫയറിംഗിൽ ഇതുവരെയും 13 സാധാരണക്കാർ മരിച്ചു. കൂടാതെ ഇതിൽ സിറിയയുടെ സർക്കാരിന് പിന്തുണ നൽകുന്ന രീതിയിൽ ഇറാഖിന്റെ അതിർത്തിയിൽ നിന്നും സിറിയയിലേക്ക്, അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് 2800 പേർ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇറാഖ് റെസിസ്റ്റൻസിൽ നിന്നും. ഇവർക്ക് ഇറാനിൽ നിന്നും ആയുധ സഹായം ലഭിക്കുക മാത്രമല്ല, ഇവരുടെ കൈകളിലേക്ക് ആയുധം പോവുകയാണെങ്കിൽ, അതായത് ഇറാഖിലുള്ള ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആയുധം പോവുകയാണെങ്കിൽ അവരുടെ പക്കൽ നിന്ന് ഇത് ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് പോകും. അല്ലെങ്കിൽ സിറിയയിൽ ഇറാന്റെ ആയുധം കൂടുതൽ വന്നു ചേരുമ്പോൾ അത് നേരിട്ട് ഹിസ്ബുള്ളയിലേക്ക് പോകാനുള്ള ഒരു വഴി അതുവഴി സൃഷ്ടിക്കും. ഇത് ഒരു കാരണമായി കാണിച്ചാണ് ഈ ആയുധം അവരുടെ കൈകളിൽ പോകാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇവിടെ ഒരു യുദ്ധത്തിൽ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേൽ അവരുടെ ആയുധപ്പുര വീണ്ടും അധികമാക്കാൻ ശ്രമിക്കുന്ന അതേസമയം മറ്റൊരു ഭാഗം ഹിസ്ബുള്ളയും സിറിയ വഴി ആയുധം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സീസ് ഫയർ ഇതോടുകൂടി അവസാനിച്ചാൽ പ്രശ്നമില്ല. ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ വീണ്ടും ഇത് ആരംഭിച്ചാൽ, വീണ്ടും ഒരു സീസ് ഫയർ വയലേഷൻ ഉണ്ടായി ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ 2 വിഭാഗത്തിനും അത് വലിയ നഷ്ടം തന്നെ നൽകും. അതിൽ പ്രധാനമായി ഇസ്രായേലിന്റെ ആയുധപ്പുര വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ, യുദ്ധത്തിന് മുൻപ് എങ്ങനെ ആയിരുന്നോ അതുപോലെ വീണ്ടും ആവുകയാണെങ്കിൽ അത് ഹിസ്ബുള്ളയ്ക്ക് ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഇവർക്കുള്ളിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ ഹൂതീസും എന്തോ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു വാർഷിപ്പിനെ ഞങ്ങൾ ആക്രമിച്ചു, കൂടാതെ 3 പാട്രോൾ ഷിപ്പിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയും അവർ പുറത്തുവിട്ടു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.